Yep. No, it just looks okay. Okay, I'm here now. I'm going to take a walk to up to this, and then going back to my home. Let's see if I can make that. മുപ്പത്തരയായിട്ടുണ്ട്. ഞാനിപ്പോൾ 2026 ജനുവരിയിലെ ഒരു ശനിയാഴ്ചയാണ്. പുതിയ പ്രൊജക്റ്റ് കാരണം എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കുന്നുണ്ട്. ഐ ജസ്റ്റ് woke up early today. Thought I'll take a stroll around the great home. എന്തായാലും ബി പിയും കൊളസ്ട്രോളിൻ്റെയും അളവ് എങ്ങനെയും കുറയ്ക്കുക എന്നുള്ളതൊരു just took that into a action plan this year. Wow. കഴിഞ്ഞ സമ്മറിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളിതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടായിരുന്നു. സമ്മർ സമയത്ത് തന്നെയാണത്. വാവ്, ഇതൊരു സീക്രട്ട് ബീച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അത് വേലിയേറ്റം കാരണം കാണുന്നില്ല, കടൽ കയറി വന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സീക്രട്ട് ബീച്ചുണ്ട്, വെരി ബ്യൂട്ടിഫുൾ. അവിടെയാണ് സാധാരണ പ്രസവിക്കാൻ വേണ്ടി സീൽസൊക്കെ വന്ന് നിൽക്കുക. ഇപ്പോഴും yeah, oops. You can see it. I don't know if you can see. രണ്ട് സീൽസ്, വലിയ സീൽസ് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. സീൽസ് തന്നെയാണ് അവിടെയൊക്കെ ഉണ്ട്, കാണുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കി കാണാം. അവിടെ ഒന്നുണ്ട്, തല ഒന്ന് കാണുന്നുണ്ട്. ഇവിടെ ആക്ച്വലി രണ്ടെണ്ണം ഉണ്ട്. ഞാൻ ശരിക്കും കുറച്ചും കൂടി സ്പീഡിൽ വാക്ക് ചെയ്യണം, എന്നാലാണ് എൻ്റെ കൊളസ്ട്രോളും ഇത് കുറയുള്ളൂ. എവറി വീക്കെൻഡ് I wanted to do it. എന്തെങ്കിലും അവരുടെ കൂടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക്. എന്തായാലും ഈ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് കാലം കൂടി ഉണ്ടാവുള്ളൂ. സോ ലെറ്റ്സ് യൂട്ടിലൈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് we ever lived. പാലക്കാടും പച്ചമരക്കും ഭംഗിയുള്ള തന്നെയാണ്, പക്ഷേ this is different. ഞാനെന്ത് ചെയ്തു, പോൺ ബേക്കറി പോയിട്ട് ഒരു വെജ് റോളും ചിക്കൻ കബാബ് റോളും ഓർഡർ ചെയ്തിട്ടുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും വിശക്കും. ഇത്ര ദൂരം ഞാൻ അടുത്തൊന്നും അങ്ങനെ നടന്നിട്ടില്ല. ഗുഡ് എക്സസൈസ് ശരീരത്തിനും മനസ്സിനും. അവിടെയുണ്ട് സീല്. 1 2 3 4. ഫോൺ വെച്ച് സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഫോണിൽ കുറച്ചും കൂടി സൂം ചെയ്യാൻ പറ്റില്ല ഫോൺ വഴി. 1 2 3 4 5 6 കുറേ ഉണ്ട്. എന്തായാലും ഇത് കാണിച്ചെടുക്കാൻ സുമി വാനും കൂടി ദേഷ്യപ്പെടും. കുഴപ്പമില്ല, അടുത്ത ആഴ്ച അവരെയും കൊണ്ടുവരാം.
നമ്മളിപ്പോഴും ഒരു സൈഡ് ഇങ്ങനെ ക്രോസ് ചെയ്തേ ഉള്ളൂ. ഐ തിങ്ക് we just finished only 30% of the route. ആ സൈഡ് കൂടി കഴിഞ്ഞാൽ അവിടെ ഒരു കഫേ ഉണ്ട്. അവിടെ കുറച്ച് ടേബിൾ. വാവ്, 1 2 3. ഞാൻ പറഞ്ഞത് അവിടെ പോയി കഫേയുടെ അപ്പുറത്ത് കുറച്ച് ടേബിൾ ഉണ്ടോ അവിടെ പോയിട്ട് വാങ്ങി കുറച്ച് കഴിക്കാം. ആദ്യമായിട്ടല്ലേ ക്യാമറ മുന്നിൽ സംസാരിക്കുന്നത്. ഇറ്റ്സ് നൈസ് ആജി. കുറച്ച് കാലം കഴിഞ്ഞത് കാണുമ്പോൾ ജസ്റ്റ് കമ്പയർ യുവർസെൽഫ്. ഇപ്പോൾ ഇറ്റ്സ് ഗുഡ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഫ്ലാറ്റ് ലെവലിൽ നിന്ന് മാറി കുറച്ചൊരു കുന്നുപോലെയുള്ള സ്ഥലത്ത് കൂടെ നടക്കണേ. That way I feel like little bit more improve my cardio. ശരിക്കും ഓടേണ്ടതാണ്. അടുത്ത പ്രാവശ്യം പോടാം. കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ ഭാനുവിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചത് ഇതിൻ്റെ മേലെയാണ്. ആ സമയത്ത് ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. വിരുന്നുകാരെയൊക്കെ ഞങ്ങൾ പൊക്കി ഇതിൻ്റെ മേലെ കൊണ്ടുപോയി. അന്ന് എല്ലാവരും തണുത്ത് വരച്ചു. തിരിച്ചു പോകാനാണെങ്കിൽ കാറുണ്ടായിരുന്നില്ല. അല്ല, കുഞ്ഞാവ ആ ഭാനുവിന് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി. ഓർമ്മയുണ്ട്, ഞാനും പ്രവൃത്തും കാല് തണുത്ത് വരച്ച് ഞങ്ങൾ നടന്നു വന്ന് എനിക്ക് തോന്നുന്നു ആ പോയിന്റ് വിട്ടിട്ട് കഫേയുടെ അവിടുന്ന് ഇതാണ് ഞാൻ പറഞ്ഞ കഫേ ഗ്രേറ്റ് ഓമിൻ്റെ മേലെയുള്ളത്. ഇവിടുന്നുള്ള സൂര്യാസ്തമയം ഞങ്ങളുടെ ഉള്ള ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നാണ്, ഒരു സംശയമില്ല. ആർട്ടിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഞാൻ ഈ ആടുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ഈ ആടുകൾ നമ്മുടെ ആടുമായിട്ടുള്ള കണക്ഷൻ പണ്ട് ഇംഗ്ലീഷുകാർ അവിടെ ഭരിക്കുമ്പോൾ നീലഗിരി കാശ്മീരി ആടുകൾ അവിടെ കൊടുന്ന് വളർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പിന്നെ കാശ്മീരിലുള്ള ഹോമിൻ്റെ അതേ സുഖ സൗകര്യങ്ങളും ഹാപ്പി ആയിട്ട് അവർക്ക് വേറൊരു വീട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ഓൾ ലുക്സ് ഹാപ്പി. ടേക്ക് എ റീറൗട്ട്. നമ്മൾ മെയിൻ വഴിയിൽ നിന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് മാറി. ഇത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വീഡിയോ മെമ്മറി രാജീവ്. Anyway, I'm almost completed the circle. Now let's head back to home. Thank you. I'll see you in another one.